അമ്മ അച്ഛമ്മ എത്ര നാൾക്ക് ശേഷം നമ്മുടെ വീട്ടിലേക്ക് വരണേ? അതിപ്പോ ഇങ്ങനെയായി. നീ ഇതിന്റെ എല്ലാം പഴി ഞാൻ കേൾക്കണമല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അച്ഛൻ എന്ത് തെറ്റ് ചെയ്താലും അതിനിടയിൽ എന്നെയും കൂടെ വലിച്ചിട്ടേ അച്ഛമ്മ വഴക്ക് പറയുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, അതിന് അമ്മ എന്ത് തെറ്റ് ചെയ്തു? അമ്മയെ പിടിച്ചിട്ട് വലിച്ച് വഴക്ക് പറയാനായിട്ട്? അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യണ്ടല്ലോ വഴക്ക് പറയാനായിട്ട്. ഇതും പറഞ്ഞ അമ്മ വിഷമിക്കാതെ അമ്മ എന്ത് ചെയ്ത്? അല്ല, എനിക്ക് മനസ്സിലാവാത്തത് അതല്ല. പിന്നെ അച്ഛമ്മ എന്ത് കാര്യം പറഞ്ഞാലും ഇച്ചിപ്പോന്നൊരു വാക്ക് മറുത്ത് പറയാത്ത ഒരാളാണ് നമ്മുടെ അച്ഛൻ. ഇപ്പൊ ഈ കല്യാണത്തിന് വേണ്ടി എതിർത്ത് നിൽക്കുന്നതും അച്ഛൻ. എന്താ അങ്ങനെ? ഇനി റാമങ്കിൾ വല്ല കുഴപ്പക്കാരനാണെങ്കിലോ? ഷേ, അവൻ നല്ല പയ്യനാണേ, നല്ല സ്വഭാവമാണ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ശരിയാണ്, പാവമാണ്. പിന്നെ എന്താണ് പ്രശ്നം? സാധാരണഗതിയിൽ അത് മുടക്കേണ്ട ഒരു ആവശ്യവും ഇല്ലാത്തൊരു കാര്യം. അല്ലമ്മ, എനിക്ക് കാര്യം പിടികിട്ടി. എന്തോന്ന്? ഇത് നല്ല പോസസീവ്നെസ് ആണ്. ആർക്ക്? എന്തിന്? അതെ, ഈ കാക്കിക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണല്ലോ. അതുപോലെ അപ്പച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ പൊൻകുഞ്ഞാണ്. അച്ഛൻ ആണല്ലോ നേരത്തെ അപ്പച്ചിയുടെ കല്യാണം നടത്തി കൊടുത്തത്. അതെന്തായാലും പാളിപ്പോയി. അപ്പൊ ഇനി ഒരു കല്യാണം നടക്കുമ്പോഴേക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഒരാളെ തന്നെ കണ്ടുപിടിച്ചു കൊടുക്കണമെന്ന് അച്ഛൻ ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പം അങ്ങനെയൊക്കെ എതിർക്കണേ. അത് ശരിയാണ്. ചിന്നു എന്ന് വെച്ചാൽ രവിയേട്ടന് ജീവനാണേ. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ എനിക്കാണെങ്കിലേ മണിക്കുട്ടൻ ചേട്ടന്റെ കാര്യം ആലോചിക്കുമ്പോൾ അതും ഒരു സംശയം. നമ്മുടെ തോന്നലാണോ അത് ശരിക്കുള്ളതാണോ അതും അറിഞ്ഞൂടാ. ശേ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലായി. എന്തോന്ന്? ഈ അപ്പച്ചി അച്ഛനും തമ്മിലുള്ള പ്ലാനിങ് ആണോ എന്തോ? എന്തോ പ്ലാനിങ്? ഇനി അപ്പച്ചിക്ക് ആരെങ്കിലും ഇവിടെ ഇഷ്ടമുണ്ടെങ്കിലോ? വേറെ ആരെങ്കിലും? അനാവശ്യം പറയുന്നത്. സ്വന്തം അപ്പച്ചിയെ പറ്റിയാണ് പറയണെന്ന് ഓർമ്മ വേണം. അമ്മ എന്തിനിങ്ങനെ ചൂടാവുന്ന? അതമ്മ, ദേഷ്യപ്പെട്ടൊരു കാര്യമൊന്നുമല്ല. ഇതേ സെയിം സംശയം എനിക്കും തോന്നിയായിരുന്നു. ഒന്നെങ്കിൽ നമ്മുടെ അപ്പച്ചിക്ക് ആരെയോ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അച്ഛൻ ആരെയോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പച്ചിയുടെ കല്യാണം നടത്താൻ. രണ്ടിലേതോ ഒന്നാ. അങ്ങനെയാണോ? അതെങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളോട് തെളിച്ച് പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന് കണ്ടുപിടിക്കണ്ടേ? പിന്നെ അച്ഛനോട് ചോദിച്ചു നോക്കാം. അച്ഛന്റെ അടുത്ത് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്തൊക്കെ പാടാന്നറിയോ? സോപ്പിടാ. രവിയേട്ടാ, എന്തോ എന്ത് കരയുന്നുണ്ട്? പോയി. എന്റെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഷോ, അച്ഛൻ ഇങ്ങനെ ലോല ഹൃദയനായല്ലോ അച്ഛാ. കരയില്ലേ? മക്കളെ, അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ച് വളർത്തിയത്. എന്നിട്ടിപ്പോ പോയപ്പോ ഒരു വാക്ക് പോലും എന്നോട് പറയാതെ പോയി. എന്തോന്ന് രവിയേട്ടാ, മതി നിങ്ങളുടെ കരച്ചിലും പരിച്ചിലും ഒക്കെ. കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛാ. ഞാനൊരു കാര്യം പറയാം. എന്തുകൊണ്ടാണ് അമ്മ പിണങ്ങിപ്പോയത്? നിങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ. അത് പിന്നെ അമ്മ ഇപ്പം ചിന്നുവിനെ അവനെ കൊണ്ട് കെട്ടിക്കണം എന്ന് പറഞ്ഞ് രാമനെ കൊണ്ട് കെട്ടിക്കണം എന്ന് വാശി പിടിച്ചാ ഞാൻ കൂട്ടിക്കണോ? അത് എന്തച്ചാ? അതൊന്നും ശരിയാവൂല. ശരിയാവത്തിന്റെ കാര്യം പറയേ. അവൻ ശരിയല്ല, അതുകൊണ്ട് എനിക്ക് അവന് ഇഷ്ടമല്ല. ഷോ, എന്തോന്നച്ചാ, പാവല്ലേ രാമങ്കള്. നിങ്ങൾക്ക് അറിഞ്ഞൂടാ മക്കളെ അവനെ. ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ അവക്കൊരു ജീവിതം കിട്ടുന്ന കാര്യമാണ് വന്ന് പറഞ്ഞത്. അത് നിങ്ങൾ എതിർക്കാണ് ചെയ്തത്. അത് എതിർത്തപ്പോഴാണ് അമ്മ ഇറങ്ങിപ്പോയത്. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ആ പേരിൽ കരഞ്ഞാലോ? അമ്മ പറയുന്നതെന്ന് വെച്ചാൽ അമ്മ ഉണ്ണിമാമൻ അമ്മയുടെ സഹോദരന് വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്നും കെട്ടിക്കാൻ പറ്റൂല. അത് ഞാൻ സമ്മതിക്കൂല. അതാണ്, ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പനും അച്ഛമ്മയും തമ്മില് ഒന്നാവത്തില്ലേ? അവര് കൂട്ടാവത്തില്ല. എന്തിനച്ചാ ഈ കുടുംബങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കിട്ട് നിക്കുന്നത്? എല്ലാരും ഒന്നാവണ്ടേ? നല്ലതല്ലേ? അതുപോലെ അച്ഛനെക്കാളും കൂടുതൽ അച്ഛമ്മയ്ക്ക് അറിഞ്ഞൂടെ റാമങ്കളിനെ? അച്ഛമ്മയ്ക്ക് അതൊന്നും പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാക്കി. ഇത് ഞാൻ സമ്മതിക്കൂല. എനിക്ക് അവന് ഇഷ്ടമല്ല. ചിന്നു ഒരു പക്ഷെ സമ്മതിക്കാത്തതേ. ചിന്നു വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴും അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ അവൻ വന്നപ്പോഴത്തേക്ക് ചിന്നു പറഞ്ഞില്ലേ അവൾക്ക് വേണ്ടാന്ന്. അപ്പൊ അവന്റെ സ്വഭാവം അറിയാന്നുള്ളതുകൊണ്ടല്ലേ? അതൊന്നും അല്ല. ചിന്നു സമ്മതിക്കാത്ത എന്താന്ന് വെച്ചാൽ അവരൊരിക്കൽ പിരിഞ്ഞവരാണ്. തമ്മിൽ വീണ്ടും സ്നേഹിച്ച് തുടങ്ങാൻ ഒരു മടി കാണും. അത് ആർക്കാരുതലും ഉണ്ടാവുന്നല്ലേ? സ്വാഭാവികമായും തോന്നുന്ന ഒരു ഫീലിംഗ് അല്ലേ? പിന്നെ ഒരു കല്യാണം കൂടി കഴിഞ്ഞതല്ലേ, പേടി കാണും. കുറച്ച് കഴിയുമ്പോ ചിലപ്പം ഇഷ്ടം തോന്നുമായിരിക്കും. അല്ലാതെ ശരിയാവില്ല. നിങ്ങൾ വേറെ ഒന്നും ചോദിക്കുന്നത്. അല്ലാതെ എന്റെ മനസ്സിൽ വേറെ ഒന്നും അല്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പച്ചിക്ക് വേറെ ആരെങ്കിലും അച്ഛൻ കണ്ടുവച്ചിട്ടുണ്ടോ? എന്തോന്നും മക്കളെ പറഞ്ഞ ഞാൻ ആരെ കണ്ടുവെക്കാൻ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ പെരുമാറണേ? ഒന്നുകിൽ അവൾക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനെ അച്ഛൻ മറച്ചു വെക്കാൻ? ഇല്ല മണിക്കുട്ടി, അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഉറപ്പാണോ? ഉറപ്പാണ്. രവിയേട്ടൻ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളും ചിന്നുവും കൂടെ ഇതുപോലൊരു പ്ലാനിങ് നടത്തി അത് കല്യാണം വല്ലതും നടത്താനാണ് ഉദ്ദേശമെങ്കിൽ ആ ദിവസം ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യുവേ. മണി,
അങ്ങനെ ഒന്നും ഇല്ലാന്നല്ലേ പറഞ്ഞേ. നീ അറിയാത്ത എന്തെങ്കിലും രഹസ്യം എനിക്കുണ്ടോ? ഞാൻ നിന്റെ അടുത്ത് പറയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് ഉണ്ട്. പറഞ്ഞതുപോലെ എന്തോന്ന് ചെയ്യുന്നു. മോളെ? അതെ, നിങ്ങൾ തമ്മിലുള്ള പണക്കത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ, അത് രഹസ്യമല്ലേ? അതെ, ആ ഒരു രഹസ്യം നിങ്ങൾ വെച്ചോണ്ടിരിക്കുകയല്ലേ? ഒന്നുമില്ല. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മക്കളെ. അതാണ്. അച്ഛാ, അമ്മയ്ക്ക് മണിക്കുട്ട മാമനും അപ്പച്ചി ഒരുപോലെയാണ്. അത് അച്ഛൻ ആദ്യം മനസ്സിലാക്കണം. എനിക്കറിയാം അവൾക്ക് സ്നേഹമുള്ളൂ, മണിക്ക് എന്റെ വീട്ടുകാരോടൊക്കെ സ്നേഹമുള്ളൂ, എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ രാമൻ ശരിയല്ല. അവനെ കൊച്ചുനാളും പോലെ എനിക്ക് നല്ലപോലെ അറിയാന്നുള്ളതുകൊണ്ടല്ലേ പറയണത്. രവിയേട്ടാ, ഈ കല്യാണം നിങ്ങൾ മുടക്കി കഴിഞ്ഞാൽ അതിന്റെ പഴിയും കൂടെ എന്റെ തലയിൽ വരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് കാര്യമായിട്ടുള്ളൊരു കാരണമില്ലെങ്കിൽ രാമനും ചിന്നുവും തമ്മിലുള്ള കല്യാണം നടത്താൻ ഞാൻ അമ്മയെ സഹായിക്കും. അമ്മയുടെ ഒപ്പം ഞാൻ നിൽക്കും, അത് ഉറപ്പാണ്. ഞങ്ങൾ നിൽക്കും. ഒരു സ്വൈര്യം എന്താ, നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.